ഇത് 2021 മോഡൽ ക്രിസ്റ്റ. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇസഡാണ്, സിംഗിൾ ഓണർഷിപ്പ്, 5000 കിലോമീറ്റർ. അല്ല 50,000 കിലോമീറ്റർ. 2019 മോഡൽ വാഗണർ. VXI 1 ലിറ്റർ ആണ് വരുന്നത്. 19 മോഡലാണെങ്കിൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സീറ്റ് മാറ്റ്, സൈഡ് റെയിൻ ഗാർഡ്. ഡിസംബർ വണ്ടി അല്ലേ? ഡിസംബർ വണ്ടി. 2017 ബൊലേറോ ZLX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇപ്പം നിലവിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഡസ്റ്റർ 2013 ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 93,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. i20 മാഗ്ന 22 മോഡൽ. 22 9 മാസം വണ്ടി. 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാത്തന്നൂർ, അതായത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ഊറാമ്പിള എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. റിയൽ യൂസ്ഡ് കാസിലാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഒരുപാടധികം നല്ല ക്വാളിറ്റി വണ്ടികൾ വന്നിട്ടുണ്ട്. കിലോമീറ്റർ കുറഞ്ഞതും ഫസ്റ്റ് ഓണർ വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വാസമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടികളാണ്. പ്രൈസ് നിങ്ങൾ ചെറിയ തോതിലുള്ള പ്രൈസ് നോക്കുന്നവർ കണ്ടിട്ട് കാര്യമില്ല. നല്ല ക്വാളിറ്റി വണ്ടികളെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായ പ്രൈസ് ആവുന്ന നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അപ്പോൾ വണ്ടികൾ അത്തരത്തിലുള്ളത് എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും വന്ന് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന വൈശാഖ് വന്നിട്ടുണ്ട്. വൈശാഖ്, ഇത്തവണ കിടക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിനു മുമ്പ് ഈ സ്ഥലം എവിടെയാണെന്നൊന്ന് കറക്റ്റ് ചെയ്തോ? ഇത് ചാത്തന്നൂർ ഊറാമ്പിളയാണ് സ്ഥലം വരുന്നത്. ലൊക്കേഷൻ എല്ലാം മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എളുപ്പം കണ്ടുപിടിക്കാം. റോഡ് പിന്നെ നിങ്ങൾ കയറി വരുമ്പോൾ ചേർന്നുള്ള എന്ത് ഈ റോഡിന് പറഞ്ഞ കട്ട് റോഡോ? ഇത് കട്ട് റോഡല്ല, ഇത് നമ്മുടെ എന്നെയോട് തെറ്റിക്കല്ലേ, മെയിൻ റോഡിൻ്റെ ഇപ്പം ചെറിയ അരിവ് ചേർന്നുള്ള റോഡ്. ആ റോഡ് വഴി കയറി വരണം. അല്ലെങ്കിൽ പല പല ഇതായിട്ട് കിടക്കുന്നുണ്ട്, സൈഡിൽ കൂടെ കയറി വരാൻ പാടായിരിക്കും. അപ്പുറം പോണവർക്ക് തന്നെ താഴെ പോയിട്ട് തിരിഞ്ഞു വരാൻ പറ്റുള്ളൂ. എനിക്ക് പറ്റിയ പത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേർന്നുള്ള വഴി വരണമെന്ന്. അപ്പോൾ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്? നമ്മുടെ ഇപ്പോൾ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 തൊട്ടുള്ള വണ്ടികൾ കിടപ്പുണ്ട്. 10 തൊട്ടുള്ള വണ്ടിയാ? 10 തൊട്ട് ബാക്കിലോട്ട് വരുന്ന വണ്ടികൾ, ഫ്രണ്ടിലോട്ടല്ല. അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. ആദ്യം തുടക്കം ഏറ്റവും കുറഞ്ഞൊരു വണ്ടി, കുറഞ്ഞ വണ്ടി നമുക്ക് ഇപ്പോൾ 1.5 രൂപ വണ്ടി, 1.5 തൊട്ട് 30 ലക്ഷം വരെയുള്ള വണ്ടി കിടപ്പുണ്ട്. ഇവിടെ കിടപ്പുണ്ട്, ഇപ്പൊ കിടപ്പുണ്ട്, ഈ വീഡിയോ കാണിക്കാൻ കിടപ്പുണ്ട്. ഓക്കെ. അപ്പം അത്തരത്തിലുള്ള അത്രയും കൂടിയ വണ്ടികൾ വരെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലിടുക. ഓക്കെ. 2008 മോഡൽ വാഗണർ, സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടി കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 80,000 കിലോമീറ്റർ. അത്യാവശ്യം ഇൻറ്റീരിയർ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയറൊക്കെ പുതുതായിട്ട് നിങ്ങൾ ഇട്ടാണോ? ഇത് ഓടുമ്പോൾ മാറി വരുന്ന ടയറാണല്ലോ. അത്യാവശ്യം ഓടാനുള്ള ടയറുകളെല്ലാം ഉണ്ട്. അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. 23 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 27 ലാസ്റ്റ് 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. എത്ര ചോദ്യം വരുമ്പോഴത്തേക്കും ഇത് ചോദ്യം എന്നല്ല, ഫിക്സഡ് ആണ്. ഒരു 1.5 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുന്ന റേറ്റാണ്. ലാസ്റ്റ് റേറ്റ് ആണ്. താഴത്തില്ല വണ്ടി, വില താഴത്തില്ല. ഇല്ല, 1.5 രൂപയാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്. പ്രത്യേകിച്ച് വേറെ ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? ഗ്ലാസ് ഒക്കെ, ബാക്ക് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ആണ്. അതൊക്കെ വരിക 2008 വണ്ടിയൊക്കെ അല്ലേ. ചെറിയ തട്ടുമുട്ട, അലർട്ട്, ബോണറ്റ്, അങ്ങനത്തെ ഡിക്കി കാര്യങ്ങളൊന്നും അങ്ങനെ മാറിയിട്ടില്ല വണ്ടി. ഇടിച്ച വല്ലാണോ? ഒന്നുമില്ല. അല്ല കല്ല് വല്ല അങ്ങനെ അങ്ങനെയൊക്കെ അടിച്ചാൽ പഴകുന്ന വണ്ടിയൊക്കെ പൊട്ടും, ഗ്ലാസ് ഒക്കെ പോകും. അല്ലാതെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി വണ്ടി. ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ ഇല്ല. 2008 വണ്ടിക്ക് ലോണില്ല. 2010 തൊട്ട് നമുക്ക് ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതപ്പോൾ ലാസ്റ്റ് പ്രൈസ് 1.5. 2019 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. ബേസ് മോഡലാണ്. സെൻട്രൽ ലോക്കും വെച്ചിട്ടുണ്ട്. സ്റ്റീരിയം നോർമൽ ഒരു സ്റ്റീരിയം വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത്. പവർ വിൻഡോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആക്സറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ചെയ്തിട്ടില്ല, സീറ്റ് ചെയ്തിട്ടില്ല. സൈഡ് ബീഡിങ്, റെയിൻ ഗാർഡ്, സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. എത്ര ഓടിയേ? ഇത് വരുമ്പോഴത്തേക്കും 29,000 കിലോമീറ്റർ ഓടി. ഓടിയ ടയർ തന്നെ അയക്കുന്ന സിംഗിൾ ഓണർഷിപ്പാണ്. നമുക്ക് വില വരുമ്പോഴത്തേക്കും 5.40 ചോദ്യം. എന്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വലുതായിട്ട് കുറയത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് മാർജിൻ ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, ക്വാളിറ്റി വണ്ടിയാണ്. 5.40 അല്ലേ? 5.40. ഏത് വർഷമായിരുന്നു? 19. 2019 മോഡൽ വാഗണർ. VXI 1 ലിറ്റർ ആണ് വരുന്നത്. 19 മോഡലാണെങ്കിൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്.
സീറ്റ് മാറ്റ് സൈഡ് ബീഡിങ് റെയിൻ ഗാർഡ്. ഡിസംബർ വണ്ടി അല്ലേ? ആ ഡിസംബർ വണ്ടി, നമ്മളെ ഫെബ്രുവരി രജിസ്ട്രേഷൻ വണ്ടി 20. ഓക്കെ ഓക്കെ. ഇതിലെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റും മാറ്റും സൈഡ് ബീഡിങ് റെയിൻ ഗാർഡും അഡീഷണൽ ഫ്രണ്ട് എക്സെൻഡർ ബാക്ക് എക്സെൻഡർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുള്ളി ആക്സറൈസ് ചെയ്ത വണ്ടിയാണ്. LXI അല്ലേ? VXI വേരിയന്റ്. ഫോട്ടോ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി. എത്ര ചോദ്യം? സെൻട്രൽ ലോക്ക്. ഇത് വരുമ്പോഴത്തേക്ക് 5-10 ചോദ്യം. എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. 2020 വണ്ടി. 20 വണ്ടി. ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. 29,000 കിലോമീറ്റർ. 29,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ അല്ല, സോറി, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഇപ്പൊ ഇടയ്ക്ക് പേര് മാറി വണ്ടി. i20 മാഗ്ന 22 മോഡൽ. 22 9-ാം മാസം വണ്ടി. 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയർ കാര്യങ്ങളായാലും എല്ലാം ആയാലും. സാധാ സീറ്റ് കവറാണ്, കമ്പനി വരുന്നതാണ് ചെയ്തേക്കുന്നത്. കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഒന്ന് മാറിയിട്ട്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ വരുമ്പോൾ 40,000. 40,000. ടയർ മാറിയതല്ലേ? ടയർ മാറിയിട്ടില്ല. ഇല്ല, ആ ടയർ തന്നെയാണ് കിടക്കുന്നത് ഇപ്പോഴും. പക്ഷെ കണ്ട ഏകദേശം തീർന്ന്. ടയർ ഈ സൈഡിലെ ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. സൈഡിലെ ഗ്രിപ്പ് എല്ലാ വണ്ടിക്കും കാണും. നമ്മുടെ അകമാണ് തീർന്നത്. സൈഡ് ഗ്രിപ്പ് കാണും. ഒരുവിധം ടയർ ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ഇതാണ്. എത്ര ചോദിക്കുന്നേ? വരുമ്പോൾ 660. 660. ഡീസലാണോ ഇത്? പെട്രോൾ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ആവറേജ് 18-20 വരെ കസ്റ്റമർ കിട്ടും. 18-20 മൈലേജ്. 18. പുതിയ ഷേപ്പാണ്, പഴയ ഷേപ്പ് അല്ല വണ്ടി. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഡസ്റ്റർ 2013 ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 93,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. മാനുവൽ ആണല്ലേ? മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 2 എയർ ബാഗ്, ABS എല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? 4.4 4 ടയറും പുത്തൻ ടയറാണ്. വർഷം ഏതായിരുന്നു? 2013 ഫുൾ ഓപ്ഷൻ ഡീസൽ. അത്ര വിലയുണ്ടോ? വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ആണെങ്കിൽ നല്ല വിലയുണ്ട്. വണ്ടി ക്വാളിറ്റി ആണെങ്കിൽ നല്ല വിലയുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത വണ്ടിക്ക് അതിനനുസരിച്ചുള്ള വിലയാണ്. ക്വാളിറ്റിയാണ്. പുത്തൻ ടയർ. റീപ്ലേസ് ഒന്നുമില്ല. 4.4 ചോദ്യം. എന്തെങ്കിലുമൊക്കെ കുറയും? നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വിലയിലൊക്കെ. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റിയ വണ്ടി? ലോൺ ഒരു 2-2.5 രൂപ നമുക്ക് എടുക്കാം. ഈ വണ്ടിക്ക് ലോൺ 2.5 രൂപ ലോൺ എടുക്കാം. 2010 മോഡൽ i10 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 10 ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് കിലോമീറ്റർ വരുമ്പോൾ 50,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 3 കഴിഞ്ഞ്. ഓണർഷിപ്പ് ഓടിപ്പോയില്ലേ? ഓണർഷിപ്പിൽ 3 കഴിഞ്ഞ് എന്ന് വെച്ച് വണ്ടി കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാണ്. റീപ്ലേസേ ഇല്ല വണ്ടിക്ക്. പിന്നെ വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് എഡിഷൻ പോലത്തെ ഒരു സാധനമാണ്. റെഡ് കളറിൽ അകത്ത് ഇതേപോലെ കോമ്പിനേഷൻ വരുന്നതേ. കണക്കൊരു കോമ്പിനേഷൻ വരുന്നത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണിത്. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണ് i10. പിന്നെ ടയറൊക്കെ ചെയ്ത് അലോയി ഒക്കെ ചെയ്തേക്കുന്നതാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 2.4 രൂപ ചോദ്യം. ഓട്ടോമാറ്റിക് ആണ് വില കൂടുതൽ. മാനുവലിന് പിന്നെ അനുസരിച്ചൊരു വിലയുള്ളൂ 10 വണ്ടിക്ക്. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റുമത്? നമുക്ക് 2010 വണ്ടി ഒരു മാക്സിമം 1 രൂപയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഈ വണ്ടി 1-1.25 രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. അത്രേ കിട്ടത്തുള്ളൂ. 10 വണ്ടിയല്ലേ, 10 വണ്ടിക്ക് അത്രയും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ബാക്കി ഡൗൺ പേയ്മെൻറ്റ് വരുമ്പോൾ ചെയ്യേണ്ടി വരും വണ്ടിക്ക്. 2017 ബൊലേറോ ZLX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇപ്പം നിലവിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡാണ്. കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയർ ഇട്ടേക്കുവാണ്. 40 ഓടിക്കഴിഞ്ഞ് ടയർ ഇട്ടേക്കുവാണ്. പുത്തൻ ടയർ ഇട്ടേക്കുവാണ്. സീറ്റും കാര്യങ്ങളും മാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷനാണ്. ഫോട്ടോ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല വണ്ടിക്ക്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ചോദ്യം വരുമ്പോൾ 690 വിലയിലാക്കുക മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വണ്ടി. കസ്റ്റമർക്ക് ലോൺ ചെയ്യണമെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം. നിനക്ക് അത്യാവശ്യം നമുക്കൊരു 5-5.5 രൂപയൊക്കെ ലോൺ എടുക്കാൻ വണ്ടിക്ക് പറ്റും. 5.5 രൂപയ്ക്ക് നമുക്ക് ലോൺ എടുത്ത് കൊടുക്കാം. മോഡൽ 17 ഉണ്ട്. നമുക്ക് 4 വർഷത്തിന് മേലെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം വണ്ടി. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റുന്നത്? നമുക്ക് ഇത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാണ്. നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 5-6 രൂപയൊക്കെ ലോൺ കിട്ടും വണ്ടിക്ക്. 5-6 രൂപയൊക്കെ ലോൺ കിട്ടും. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കുറേയും കൂടിയ വേരിയേഷൻ വരും ലോണിൽ. 2012 മോഡൽ ഡിസയർ LD ആണ്. ഡീസൽ വണ്ടിയാണ്.
ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോർ പവർ വിൻഡോ, ഫ്രണ്ട് 2 പവർ വിൻഡോയും സ്റ്റീരിയോയും അത്യാവശ്യം സീറ്റും മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്, നമ്മുടെ പേരിലോട്ട് മാറിയ വണ്ടിയാണിത്. അങ്ങനെ സെക്കൻഡ് ആയതാണ്? അങ്ങനെ സെക്കൻഡ് ആയതാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നമ്മുടെ പേരിലോട്ട് മാറിയ വണ്ടി കസ്റ്റമർ തരത്തുള്ളായിരുന്നു. എത്ര ഓടി ടയറത്? ഇത് നിലവിൽ വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയതായിട്ട് ഇട്ട ടയറാണിത്. 80 അല്ല, 80 പുറത്ത് ഓടി, 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഡീസലാണ് വണ്ടി, ഡീസൽ ഡിസയർ ആണ്. ഓക്കെ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 20-നകത്തൊരു മൈലേജ്, 18-20-നകത്തൊരു മൈലേജ് കിട്ടും. ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഒരു 340 ചോദ്യം. വിലയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ലോൺ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് 2 രൂപ പുറത്ത് ലോൺ കിട്ടും വണ്ടി. 2 രൂപ പുറത്ത് കിട്ടും ലോൺ കിട്ടുന്നുണ്ട്. 3.5 ചോദിക്കുന്നില്ലേ? 3.40. 2017 മോഡൽ ഡിസയർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്നതാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 44,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. സീറ്റും മാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. ക്വാളിറ്റി വണ്ടിയാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോളാണ് വണ്ടി വരുന്നത്, VXI പെട്രോളാണ്, ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു ആവറേജ് ഒരു 15 കിലോമീറ്റർ 14 കിലോമീറ്റർ മൈലേജ് കിട്ടും. പെട്രോൾ ആയതുകൊണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 570 ചോദ്യം. 570. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് വില കൂടുതൽ. അപ്പോൾ ലോണൊക്കെ ചെയ്ത് കൊടുക്കാം, വിലയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാം. ടയറെല്ലാം പുതുതായിട്ട് ഇട്ടാണോ? ടയറൊക്കെ പുത്തൻ ടയറാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. 4 ടയർ പുത്തൻ ടയറാണ്. നമുക്കൊരു കസ്റ്റമർക്ക് ഒരു 4,000 രൂപയൊക്കെ ലോൺ കിട്ടും. 4,000 രൂപയൊക്കെ വണ്ടിക്ക് ലോൺ കിട്ടും. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ LX ബേസ് മോഡൽ വണ്ടിയാണ്. സെറ്റും ഒന്നും ചെയ്തിട്ടില്ല കസ്റ്റമർ. സെക്കൻഡ് ഓണർഷിപ്പാണ്, 14,000 കിലോമീറ്റർ. സീറ്റും മാറ്റൊന്നും ചെയ്തിട്ടില്ല, സ്റ്റീരിയോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 നല്ല ടയർ, ആ കമ്പനി ഇറങ്ങിയ ടയർ തന്നെ കിടക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 12,000 കിലോമീറ്റർ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 365 ചോദ്യം. വിലയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ലോൺ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് 3 ലോൺ കിട്ടും വണ്ടിക്ക്. ബാക്കി ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. 365 അല്ലേ? 365. 2021 മോഡൽ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ വണ്ടിയാണ്, പെട്രോളല്ല. 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷനിൽ താഴ്ന്ന വണ്ടി ഓപ്ഷനാണ്. XL അങ്ങനെ വരുന്നൊരു ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷൻ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ ക്വാളിറ്റിയാണ്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. സീറ്റ് കവറെല്ലാം ചെയ്തിട്ടുണ്ട്, മാറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 10,000 രൂപയാണ് ചോദ്യം. ലോണൊക്കെ ചെയ്യാൻ നമുക്കൊരു 8 രൂപ വരെ ലോൺ എടുക്കാൻ വണ്ടിക്ക്. അലോയ് വീലാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? 16,000. ഓടിയ ടയർ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടിയാണ്. 10 രൂപ അല്ലേ? 10,000 ചോദ്യം. നമ്മൾ വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് 17 മോഡൽ എർട്ടിഗ പെട്രോളാണ്. 22,000 കിലോമീറ്റർ ഓടി വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്, ക്വാളിറ്റി വണ്ടിയാണ്. സീറ്റും മാറ്റും കാര്യങ്ങളെല്ലാം നോർമലി എല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മീറ്റർ മാറ്റി വെച്ചേക്കുവാണ്. മീറ്റർ ഇതിനൊരു വാണിംഗ് ലൈറ്റ് കത്തിക്കിടഞ്ഞ് ഓഫാകാതായി. പിന്നെ കസ്റ്റമർ തന്നെ കൊണ്ടുപോയത് റീപ്ലേസ് ചെയ്ത് പുത്തൻ മീറ്റർ വെച്ചേക്കുവാണ്. അതിനകത്ത് 400 കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ള വണ്ടി. അതിൻ്റെ പഴയ മീറ്റർ ബാക്കി ഇരിപ്പുണ്ട്. ബില്ലും കാര്യങ്ങളെല്ലാം നമ്മളതിലുണ്ട്. മാറിയതിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഷോറൂമിൽ നിന്ന് എടുക്കാം. പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാകും മാറിയെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം. ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. ആൾക്കാർ അറിയാം മീറ്റർ മറിച്ച വണ്ടിയാണെന്നൊക്കെ. മറിച്ചല്ല, വണ്ടി കാണുമ്പോഴേ അറിയാം, വണ്ടിയുടെ ക്വാളിറ്റി കാണുമ്പോഴേ അറിയാം എന്തോ ഓടിയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് വേറെ ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഈ മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട്, അത് റീപ്ലേസ് ആണ്. നമുക്ക് പറയുമ്പോഴേ അറിയാൻ പറ്റും. അത് നമുക്ക് ഹിസ്റ്ററി എടുത്തിട്ട് കസ്റ്റമർ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി വണ്ടി. ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ചെയ്തിട്ടുണ്ട്. എനിക്കൊരു എൻക്വയറി എന്നെ വിളിച്ച് തിരക്കിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 7-15 ചോദ്യം. 7-15. അതിൽ വലുതായിട്ടൊന്നും കുറയത്തില്ല, എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, വിലയിൽ ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് 2021 മോഡൽ ക്രിസ്റ്റ
ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി, ഇസഡ് ആണ്, സിംഗിൾ ഓണർഷിപ്പ്, 5000 കിലോമീറ്റർ, അല്ല 50,000 കിലോമീറ്റർ, രണ്ടാമത്തെ ടയർ. കിലോമീറ്റർ ടൊയാറ്റയുടെ വണ്ടി ഒരാൾ കളഞ്ഞ, ഞാനതാ നോക്കി. അല്ല 5000 കിലോമീറ്ററുടെ ചിലപ്പോൾ ടൊയോട്ടയുടെ വണ്ടിയും കാണും. അല്ല ഞാൻ പോയ ഒരു ഷോപ്പിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലേ? ടൊയാറ്റയുടെ വണ്ടികൾ വളരെ വിരളമാണ്. കാരണം വെച്ചാൽ വണ്ടി നല്ല, ഇത് 1.5 ഓടിയാലും 2 ലക്ഷം ഓടിയാലും 3 ലക്ഷം ഓടിയാലും ഇതിനൊന്നും സംഭവിക്കാനില്ല, ഇതങ്ങ് ഓടിക്കോളും വണ്ടി. ഇത് പിന്നെ 50,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഇസഡ് ആണ് വരുന്നത്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒരു സാധനവും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. പക്ക ക്വാളിറ്റി വണ്ടിയാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും ചെയ്യാനൊന്നുമില്ല വണ്ടിക്കകത്ത്, സീറ്റ് കവർ മാറ്റുകൾ, ബാക്കിയെല്ലാം കമ്പനി വരുന്ന സാധനങ്ങളാണ്. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. എത്ര ചോദ്യം? ഇത് 30 ആണ് ചോദ്യം, 30 ലക്ഷം. 30 ലക്ഷം. നമുക്ക് അതിൽ നമ്മൾ പറഞ്ഞ വലിയ വണ്ടിയിലാണ്. എന്താണ് നമ്മൾ പറഞ്ഞ വലിയ വണ്ടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം മാറ്റി കൊടുക്കാം. വണ്ടി വിലയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. IDV ഒക്കെ കിടപ്പുണ്ട്. ഏകദേശം എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ 1 ലക്ഷം രൂപ എടുത്ത് ഇറക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ IDV അനുസരിച്ചാണ് ചെയ്യുന്നത്. വണ്ടിയുടെ ലോൺ എമൗണ്ട് IDV അനുസരിച്ചാണ്. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ അത്യാവശ്യം കിട്ടും. എന്നാലും ഒരു 2-3 രൂപ കൈ വേണ്ടി വരും. എന്നാലും അത്യാവശ്യം ലോൺ 2-3 രൂപ അല്ല, അതിൽ പുറത്ത് കൈ വേണ്ടി വരും. ഇതെടുക്കാൻ വരുന്ന ആൾ എന്തായാലും ചില്ലറയായിട്ട് വരുന്നവനായിരിക്കത്തില്ല. നമ്മൾ ആൾട്ടോ എടുക്കാൻ വരുന്നവരായിരിക്കത്തില്ല ഇത്. അതെ. അത്രയും ഉള്ളൊരു ചിലവർ ഇത് ലൊക്കം പൈസ കൊടുത്തങ്ങ് എടുക്കും. അതായത് CC ഇട്ട്. ഇത് മൈലേജ് എന്താണ്? മൈലേജ് നമുക്കൊരു 12 കിട്ടും, 12-13 ആ റേഞ്ച് വരും. 2017 മോഡൽ കിഡ് 1000 cc വണ്ടിയാണ്. RXT ആണ് ഓപ്ഷൻ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, നോർമൽ സ്റ്റീരിയോ ഉണ്ട്. ബാക്കി ബാക്കിൽ മാനുവലാണ് വരുന്നത്. പിന്നെ റിവേഴ്സ് സെൻസർ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഉള്ളൊരു നോർമൽ വണ്ടി. ഓക്കെ, എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 3 രൂപയാണ് ചോദ്യം. ലോണൊക്കെ നമുക്ക് 2.5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? 17,000. ഡീസലാണോ? ഇല്ല, പെട്രോൾ. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ? മൈലേജ് ആവറേജ് 18-20 മൈലേജ്. കൊച്ചു വണ്ടിയല്ലേ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ടൈപ്പ്. അപ്പോൾ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ടൊയോട്ടയുടെ വണ്ടി, 30 ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ എടുക്കാൻ താങ്ക് യു.